ഇനി കൊച്ചിയിൽ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം ഉണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കൊക്കെ നമുക്ക് വഴിയേ വരാം. അതിനു മുമ്പ് ഈ ഒരു പ്ലെയേഴ്സിനോടും ഈ ഒരു കോച്ചിനോടും ഒരുപാട് നന്ദി പറയാനുണ്ട്. ഒരു ഗതിയും പിടിക്കില്ലെന്ന് വിചാരിച്ച ഈ ദുരന്തം സീസണിന്റെ പകുതിക്ക് വെച്ച് നമ്മുടെ കോച്ചായിട്ട് വന്ന ആഷ്ലി വെസ്റ്റ്വുഡ് അവസാനം അവൈലബിൾ ആയിട്ടുള്ള 18 പോയിന്റുകളിൽ 16 സ്വന്തമാക്കിയിരിക്കുകയാണ്. അതായത് 6 മത്സരങ്ങളിൽ അൺബീറ്റൺ, ഇതിൽ 5 ജയങ്ങൾ. ഈ 5 ജയങ്ങളിൽ തുടർച്ചയായ 4 ജയങ്ങളോടുകൂടി ഈ സീസൺ ക്ലോസ് ഔട്ട് ചെയ്തിരിക്കുന്നു. ആൻഡ് ഇഫ് ദിസ് ഇസ് ട്രൂലി ദി എൻഡ്, ഈ ഒരു ഫോമിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനം കൊള്ളാം. നിങ്ങൾ ആരും പേടിക്കണ്ട. ഈ നാട്ടിലെ ചില മെയിൻ സ്ട്രീം മാധ്യമങ്ങളെ പോലെയും നമ്മുടെ സോഷ്യൽ മീഡിയ അഡ്മിനെ പോലെയും ഫാൻസിനെ ഫിയർ മോങ്കറിങ്ങിലൂടെ പേടിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഈ സീസണിലെ നമ്മുടെ അവസാനത്തെ മത്സരത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ 5 കാര്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യം തന്നെ എനിക്ക് സംസാരിക്കാനുള്ളത്, ഇന്ന് ആ പിച്ചിൽ തന്റെ പെർഫോമൻസിനെ കുറിച്ച് ഓർത്ത് ഏറ്റവും കൂടുതൽ ഡിസപ്പോയിന്റഡ് ആവാൻ സാധ്യതയുള്ള ഒരു പ്ലെയറിനെ കുറിച്ചാണ്. അത് മറ്റാരുമല്ല, FC ഗോവയുടെ ഡേജാൻ ഡ്രാസിച്ച് തന്നെ. നമുക്കറിയാം ഈ സീസണിന്റെ തുടക്കത്തിൽ ഒരുപാട് മത്സരങ്ങളിൽ ഡ്രാസിച്ചിന്റെ ആ ഒരു ഡിസൈസീവ് കോൺട്രിബ്യൂഷനിലൂടെയാണ് ഗോവ റിസൾട്ടുകൾ കണ്ടെത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് അവരുടെ അവസാനത്തെ മത്സരത്തിൽ ഈ പ്ലെയർ കുറച്ചും കൂടെ ക്ലിനിക്കൽ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ മത്സരത്തിന്റെ ഔട്ട്കം തന്നെ മാറിയനെ. ഫസ്റ്റ് ഹാഫിൽ ആ നെമിലിന്റെ ബ്രില്യൻ പാസിൽ നിന്ന് ലഭിച്ച ആ ഒരു അവസരത്തിനെ കുറിച്ച് എത്ര ആലോചിച്ചിട്ടും മറക്കാനാവുന്നില്ല. എന്റെ സിറ്റുവേഷൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡ്രാസിച്ചിന്റെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഒരു 1-on-1 ചാൻസിൽ ഒരുപക്ഷെ എല്ലാ ഗോവ താരങ്ങളും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും ഡ്രാസിച്ചിന്റെ ആ ഒരു അറ്റംപ്റ്റ് ആ വല കുലുക്കുമെന്ന്. പക്ഷെ എങ്ങനെയെന്നറിയില്ല, ബോഡി ഓപ്പൺ ചെയ്ത് ഡ്രാസിച്ചിന്റെ ആ ഒരു അറ്റംപ്റ്റ് വളരെ എംബാരസിംഗ്ലി വൈഡ് ആയിരുന്നു. ഇത്രയും ക്ലിനിക്കലായ ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയറിൽ നിന്നും നമ്മൾ അങ്ങനെ ഒരു മിസ് പ്രതീക്ഷിച്ചിരുന്നേ ഇല്ല. സത്യം പറഞ്ഞാൽ ആ ഒരു ബോൾ വൈഡായിട്ട് പോയപ്പോഴാണ് എൻ്റെ ശ്വാസം നേരെ വീണത്. ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ മാർജിൻ ഫോർ എറർ ഭയങ്കര ചെറുതാണ്. ഒരുപക്ഷെ ആ സമയത്ത് ഗോവ ലീഡ് നേടിയിരുന്നെങ്കിൽ ആ ഒരു ലീഡ് പ്രൊട്ടക്ട് ചെയ്യാൻ അവർക്കായിരുന്നേനെ. നമുക്കറിയാം മനോളോ മാർക്കേസിന്റെ കീഴിൽ ഗോവ ഒരു ലീഡ് എടുക്കുകയാണെങ്കിൽ പലപ്പോഴും അവർ ഭയങ്കര ക്ലിനിക്കലായിട്ട് ഭയങ്കര പ്രൊഫഷണലായിട്ട് ആ ഒരു ലീഡ് പ്രൊട്ടക്ട് ചെയ്ത് ജയം നേടിയെടുക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് എത്ര തവണ കണ്ടിട്ടുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഫോർ ഡ്രാസിച്ച് ആൻഡ് ഗോവ ആ ഒരു അറ്റംപ്റ്റ് വലയിൽ എത്തിയില്ല. പിന്നീട് അങ്ങോട്ട് സംഭവിച്ചത് എന്താണെന്ന് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. കളിയിൽ നമ്മൾ ലീഡ് എടുത്തു, തിരിച്ചു ഗോവ വരാനൊരു ശ്രമം നടത്തിയെങ്കിലും ഇവൻച്വലി നമ്മൾ ആ 3 പോയിന്റുമായിട്ട് ഒരു ജയം സ്വന്തമാക്കി. ഇനിയിപ്പോൾ എന്തായാലും ഈ ലീഗിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചിരിക്കാൻ പ്ലെയേഴ്സിനും ഫാൻസിനും ഒക്കെ ഒരുപാട് സമയമുണ്ട്, താങ്ക്സ് ടു AFF. എന്തായാലും ഈ ഒരു സമയങ്ങളിലെല്ലാം ഒരുപക്ഷെ ഡ്രാസിച്ചിനെ ആ ഒരു മിസ് വീണ്ടും വീണ്ടും വേട്ടയാടിയേക്കാം. അങ്ങനെ ഒടുവിൽ നമ്മൾ എല്ലാവരും ആഗ്രഹിച്ച പോലെ കെവിൻ യോക്കിന്റെ ബൂട്ടിൽ നിന്നും ഒരു ഗോള് കാണാനുള്ള ഭാഗ്യം അവസാന മത്സരത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടായി എന്നുള്ളതാണ്. കുറച്ച് നാളുകൾ മുമ്പ് നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അറിയാം, ഞാൻ വളരെ ക്ലിയർ ആയിട്ട് എടുത്തു പറഞ്ഞിരുന്നു എപ്പോഴെങ്കിലും ആ ഒരു ഗോള് വരണേ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണെന്ന്. എന്നാൽ കഴിഞ്ഞ മത്സരത്തിന് ശേഷം ഞാൻ എടുത്തു പറഞ്ഞിരുന്നു ആ 2 അസിസ്റ്റ് നേടിയെങ്കിലും ഇവൻച്വലി നമ്മൾ ഫ്യൂച്ചറിലേക്ക് ടീം ബിൽഡ് ചെയ്യാൻ നോക്കുമ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ കെവിൻ യോക്കിന് ഇവിടെ ഒരു സ്ഥാനമില്ലെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ ഗോളിന് ശേഷം ശരിക്കും ആ നിലപാട് മാറുന്നുമില്ല. ഞാനിത് വീണ്ടും എടുത്തു പറയാൻ കാരണം, കഴിഞ്ഞ മാച്ചിൽ ഞാൻ യോക്കിനെ റീറ്റെയിൻ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞ ആ ഒരു ഒപ്പീനിയൻ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ട്രയൽ റീലായിട്ട് ഇട്ടിരുന്നു. അപ്പോൾ അത് നമ്മുടെ നോൺ ഫോളോവേഴ്സിലേക്കാണല്ലോ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്തിരുന്നു, യോക്കിനെ എന്തായാലും റിട്ടേൺ ചെയ്യണം, നീ എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത്, ഇത്രയും നന്നായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറിനെ റീറ്റെയിൻ ചെയ്യാൻ പാടില്ലെന്നാണ് നിന്റെ അഭിപ്രായം. അങ്ങനെയൊക്കെ ഒരുപാട് പേര് സംസാരിച്ചിരുന്നു. ഞാൻ മാക്സിമം പറ്റുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് ക്ലിയർ ആയിട്ട് റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ആ ഒപ്പീനിയനിൽ മാറ്റമൊന്നും ഇല്ലെന്നുള്ളതാണ്. കെവിൻ യോക്ക് കഴിഞ്ഞ മത്സരത്തിൽ 2 അസിസ്റ്റ് നേടി, ഇന്നൊരു ഗോൾ നേടി, അതിലെല്ലാം സന്തോഷം മാത്രമേ ഉള്ളൂ. ആൻഡ് ഡെഫിനറ്റ്ലി ഈ ടീമിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ളൊരു പ്ലെയറാണ്, അത് ഡിസേർവും ചെയ്തിട്ടുണ്ട്. ബട്ട് എൻ്റെ പോയിന്റ് ഭയങ്കര സിമ്പിളാണ്. അടുത്ത സീസൺ നടക്കുകയാണെങ്കിൽ അവിടെ ഒരു സെൻട്രൽ റവന്യൂവിൻ്റെ പോസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ക്ലബ്സിന് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ട്രക്ചർ ഈ ലീഗിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ചോയ്സ് വിങ്ങറായിട്ട് അല്ലെങ്കിൽ ഒരു ഫോറിൻ വിങ്ങറായിട്ട് കെവിൻ യോക്കിനെ നിങ്ങൾ പ്രിഫർ ചെയ്യോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ജസ്റ്റ് ഇത് ബേസിക് ആയിട്ട് മനസ്സിലാക്കാൻ നമ്മൾ ആലോചിക്കേണ്ട ബാക്കിയുള്ള നമ്മൾ കമ്പീറ്റ് ചെയ്യേണ്ട ടീമുകളിൽ അവരുടെ ഫസ്റ്റ് ചോയ്സ് ഓപ്ഷനുകൾ എന്തായിരിക്കാം എന്നൊക്കെ ഗസ് ചെയ്യാണ്.
ഉദാഹരണത്തിന് ഞാൻ എടുത്തു പറയാം, ഇപ്പം ഈ അൺസർട്ടനിറ്റിക്കൊക്കെ മുമ്പ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈ ലീഗിലേക്ക് കൊണ്ടുവന്ന ഒരു വിങ്ങറാണ് അലദീൻ അജറൈ. നമുക്ക് എല്ലാവർക്കും അറിയാം അജറൈ ഈ ലീഗിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്താണ്. ഒരു ഫോറിൻ വിങ്ങർ എന്ന രീതിയിൽ ഈ ലീഗിലേക്ക് വന്നു, ഒരു ഇൻസ്റ്റന്റ് ഇമ്പാക്റ്റ്. ഈ ലീഗിലെ ബെസ്റ്റ് പ്ലെയർ എന്ന രീതിയിൽ തന്നെയായിരുന്നു അജറൈ പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു ലെവൽ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, ബിക്കോസ് ഓബ്വിയസ്ലി അടുത്ത സീസണിൽ കൂടുതൽ പൈസ വരികയാണെങ്കിൽ, കൂടുതൽ റവന്യൂ ക്ലബ്ബുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എല്ലാവരും ആ ഒരു ലെവലിലുള്ള സൈനിങ്സേ എയിം ചെയ്യുള്ളൂ. ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പോലൊരു ടീമിന് അങ്ങനെ ഒരു പ്ലെയറിനെ അവരുടെ ഫസ്റ്റ് ചോയ്സ് വിങ്ങറായിട്ട് കൊണ്ടുവരാനാവുമെങ്കിൽ നമ്മൾ അപ്പോഴും ഇങ്ങനൊരു പ്ലെയറിൽ സെറ്റിൽ ചെയ്യണോ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഒബ്വിയസ്ലി എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് കോച്ചായിരിക്കണം. ആഷ്ലി വെസ്റ്റ്വുഡ് ഇവിടെ തുടരുകയാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട പ്ലെയേഴ്സിനെ റീറ്റെയിൻ ചെയ്യാനുള്ള അവകാശമുണ്ട്. അത്രയും വലിയ ഇമ്പാക്റ്റാണ് പുള്ളി ഈ ഒരു സമയം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിലൊന്നും തർക്കമില്ല. പക്ഷേ അഭിപ്രായം ഇത് തന്നെയാണ്, ഈ 1-2 കളികളുടെ അടിസ്ഥാനത്തിൽ മാത്രം ലോങ് ടേമിൽ ഈ പ്ലെയർ ഇവിടെ ഒരു സക്സസ്ഫുൾ പ്ലെയർ ആവും എന്നൊന്നും ഉറപ്പിച്ച് പറയാൻ ഇതുവരെ ആയിട്ടില്ലെന്നുള്ളത് തന്നെയാണ്. കെവിൻ യോക്ക് കഴിഞ്ഞ മത്സരത്തിൽ ഇൻസ്റ്റാഗ്രാമിലിട്ട സ്റ്റോറിയൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അത് കണ്ടപ്പോഴത്തേക്കും നമ്മളൊക്കെ പറയുന്നത് പുള്ളി ആക്ച്വലി ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് വരെ എനിക്ക് ഫീലായി. എന്തായാലും പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇനി ഒരുപാട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ ഇമോഷണലി ഡ്രിവൺ ആവാതിരിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എനിക്ക് ക്ലബിനോട് സ്നേഹവും ഇല്ലെന്നോ അല്ലെങ്കിൽ ഞാൻ ഈ ക്ലബിനെ സപ്പോർട്ട് ചെയ്യില്ലെന്നോ ഒന്നൊന്നുമല്ല. ഇറ്റ് സിംപ്ലി മീൻസ് ദാറ്റ് ഞാൻ കുറച്ചും കൂടെ റാഷണൽ ആയിട്ടായിരിക്കും കാര്യങ്ങൾ ചിന്തിക്കുന്നത്. ഈ സിമ്പതി മോഡും ഈ എമ്പതി മോഡും ഒന്നും എൻ്റെ അടുത്ത് ഇനി വർക്ക് ചെയ്യില്ല. അതാണ് ഒരു ആരാധകൻ എന്ന രീതിയിൽ എൻ്റെ ഇനിയുള്ള നിലപാട്. ക്ലബിന്റെ പോക്ക് നല്ല ഡയറക്ഷനിലാണ് ന്നുള്ള ബോധ്യം വേണം. ആ കാര്യങ്ങളൊക്കെ ഇവിടെ മീറ്റ് ചെയ്യാനുള്ള തീരുമാനങ്ങൾ ക്ലബ്ബ് എടുക്കണം, നല്ല രീതിയിൽ റിക്രൂട്ട് ചെയ്യണം. അല്ലാണ്ട് ഈ തട്ടിക്കൂട്ട് സെറ്റപ്പിൽ എത്ര നാൾ ഇത് മുന്നോട്ട് പോവും? ഒരു ഷോർട്ട് ടേം ഫിക്സ് എന്ന രീതിയിൽ ഈ ക്ലബ്ബ് ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. 4 കളികൾ ജയിക്കും, അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഡിക്ലൈൻ സംഭവിക്കും, വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. ആ ഒരു സംഭവം കണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അതിനുള്ളൊരു വിശ്വാസം പോയി. അപ്പം എന്തായാലും ക്ലബ്ബ് എന്ന രീതിയിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകാൻ ഇനിയും ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം നമ്മളെല്ലാവരും എൻജോയ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു റിസൾട്ട് നമ്മൾ എൻജോയ് ചെയ്യുക. ഇനി അടുത്ത മത്സരം എപ്പോഴാണെന്നുള്ള ഒരു ക്ലാരിറ്റി പോലും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പ്ലെയേഴ്സിനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുക. പക്ഷെ ഒരിക്കലും ഇതുകൊണ്ട് നമ്മൾ സെറ്റിലാവരുത്. നമ്മൾ ഇങ്ങനെ ഒരു റിസൾട്ട് വന്നല്ലോ, ഇനി നമുക്ക് റിലാക്സ് ചെയ്യാം, നമ്മൾ ഇത്രയും നേരം ഡിമാൻഡ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് മറക്കാം എന്നുള്ളൊരു ചിന്ത മാത്രം നിങ്ങളിൽ ആരിലും വരരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓബ്വിയസ്ലി നിങ്ങളോട് എല്ലാവരോടും നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഇതിനു വേണ്ടി പോരാടണം എന്നൊന്നും പറയാനുള്ള റൈറ്റ് എനിക്കില്ല. ഞാനൊരു ക്രിയേറ്റർ മാത്രമാണ്, ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നതും. നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവണം. അത് എന്ത് തന്നെയാണെങ്കിലും ഞാൻ റെസ്പെക്റ്റും ചെയ്യുന്നുണ്ട്. FC ഗോവയുടെ ലൈനപ്പിൽ റോണിയുടെ പെർഫോമൻസ് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ ഈ ചാനൽ പണ്ട് തൊട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഞാൻ ഷില്ലോങ് ലാജോങ്ങിൽ കളി കാണാൻ പോയതും അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. ഏകദേശം 450-500 സബ്സ്ക്രൈബേഴ്സ് താഴെ ഉള്ളപ്പോഴാണ് ശരിക്കും ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആൾക്കാരെ അന്ന് ആ വീഡിയോ കണ്ടിട്ടുള്ളൂ. അന്ന് ഞാൻ ആ വീഡിയോ എടുക്കാനായിട്ട് മേഘാലയയിൽ പോകുമ്പോൾ ലജോങ്ങിൻ്റെ ജനറൽ മാനേജറായ ഹബ മുത്ലാങ് ആയിട്ടൊക്കെ സംസാരിച്ചതിൻ്റെയൊക്കെ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അന്ന് ആക്ച്വലി പുള്ളി എടുത്തു പറഞ്ഞിരുന്നൊരു പ്ലെയറാണ് ഈ റോണി. ലൈക്ക് ഫ്യൂച്ചറിലേക്കുള്ള ഏറ്റവും വലിയ പ്രോസ്പെക്റ്റ് ആരായിരിക്കുമെന്ന് ഞാൻ ചോദിച്ചിരുന്നു. ലജോങ്ങിൻ്റെ അക്കാഡമി നമുക്കറിയാം, ഒരുപാട് ടാലൻറ്റുകളെ ഇന്ത്യൻ ഫുട്ബോളിന് സമ്മാനിച്ചിട്ടുള്ളൊരു അക്കാഡമിയുണ്ട്. ആ അക്കാഡമിയിൽ നിന്നും അടുത്ത വരാൻ പോകുന്ന ഏറ്റവും ബിഗ്ഗസ്റ്റ് സ്റ്റാർ ആരായിരിക്കും എന്ന് ഞാൻ അന്ന് ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് ഈ റോണിയുടെ പേരാണ് പറഞ്ഞത്. അന്ന് തന്നെ ഞാൻ റോണിനോട് സംസാരിച്ചു, കണ്ടു. ഒരുപാട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എപ്പോഴും സംസാരിക്കാറുള്ളൊരു പ്ലെയറാണ്. ഞാൻ എപ്പോഴും സ്റ്റോറിയൊക്കെ ഈ ഗോവയിലേക്കുള്ള ട്രാൻസ്ഫറിന് ശേഷം സ്റ്റോറിയും കാര്യങ്ങളും ഒക്കെ എപ്പോഴും ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു FC ഗോവ ലൈനപ്പിൽ റോണിക്ക് തൻ്റെ സ്ഥാനം കണ്ടെത്താനായി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. നാച്ചുറലി ഒരു സെൻറ്റർ ബാക്ക് ആണ്, പക്ഷെ ഒരു റൈറ്റ് ബാക്ക് ആയിട്ടാണ് ഇപ്പോൾ ആ ടീമിൽ കളിക്കുന്നത്. എന്നിട്ടും റോണി ആക്ച്വലി ഈ ഒരു മത്സരത്തിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തുടക്കത്തിൽ ആ ഒരു ബുള്ളറ്റ് ഹെഡർ നമുക്ക് ഓർമ്മയുണ്ട്, അതിനുശേഷം വേറൊരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഒടുവിൽ ഒരു ഇഞ്ചുറിയുടെ ഭീഷണിയിൽ ഗോവയ്ക്ക് പ്ലെയറിനെ വിഡ്രോ ചെയ്യേണ്ടി വന്നു. എന്തൊക്കെ തന്നെ ആയാലും മനോളോ മാർക്കസ് ഈ പ്ലെയറിനെ ഒരു അൺനാച്ചുറൽ പൊസിഷനിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് ഒരു വലിയ പോസിറ്റീവ് തന്നെയാണ്. റോണിക്ക് തീർച്ചയായിട്ടും ആ
ഒരു പൊട്ടൻഷ്യൽ ഫുൾഫിൽ ചെയ്യാൻ പറ്റട്ടെ. ബിക്കോസ് ഒരു ഡൗട്ടും ഇല്ല, ഈ പ്ലെയർ ഇന്ത്യക്കും ഗോവയ്ക്കും ഒരു വലിയ പ്രോസ്പെക്റ്റ് തന്നെയാണ്. ഈ പ്ലെയർ ആ പൊട്ടൻഷ്യൽ ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ അതൊരു പേഴ്സണൽ വിൻ പോലെ ആയിരിക്കും. ബിക്കോസ് ഷില്ലോങ് ലജോങ് എന്ന ക്ലബ്ബും ഞാനും തമ്മിൽ അത്രയ്ക്ക് ഒരു കണക്ഷൻ ഇപ്പോൾ ഉണ്ട്. അവരെങ്ങനെയെങ്കിലും പ്രൊമോഷൻ നേടി ISLലേക്ക് എത്തണമെന്ന് ഒരുപാട് പ്രാർത്ഥിച്ച ഒരാളാണ് ഞാൻ. അതെന്തായാലും സംഭവിച്ചില്ല. അതിന് പകരമായിട്ട് റോണി ISLലെ ഒരു ടോപ്പ് ഡിഫൻഡറായി മാറുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും ആലോചിച്ച് എനിക്ക് സന്തോഷിക്കാം. ഇനി ഈ മത്സരത്തിലെ യമണ്ടൻ പ്ലെയർ ബാറ്റിലിനെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. ശരിക്കും ഈ രണ്ട് പ്ലെയേഴ്സും തമ്മിൽ ഒരു ഇൻക്രെഡിബിൾ മിസ്മാച്ച് അവിടെ തന്നെ ഉണ്ട്. പക്ഷേ എന്നിട്ടും ഈ രണ്ട് പ്ലെയേഴ്സ് തമ്മിലുള്ള ആ ഒരു ബാറ്റിൽ ഈ മത്സരത്തിന്റെ ഒരു മെയിൻ ടോക്കിംഗ് പോയിന്റ് ആയി മാറിക്കഴിഞ്ഞു. ഞാൻ പറയുന്നത് ഫാലു എൻജോയും മുഹമ്മദ് നെബിലും തമ്മിലുള്ള ആ ഒരു നേർക്കുനേർ വന്ന ഫൈറ്റിനെ കുറിച്ച് തന്നെയാണ്. നെബിൽ കളിയുടെ തുടക്കത്തിൽ തന്നെ ഡ്രാസിച്ചിന് ആ ഒരു ബോൾ നൽകിയപ്പോഴേ നമുക്ക് മനസ്സിലായിരുന്നു കറക്റ്റ് മൂഡിൽ തന്നെയാണ് ഇന്ന് കളിക്കുന്നത്. നെബിലിനെ കുറിച്ച് പണ്ട് നമ്മൾ ഗോവയുടെ മത്സരങ്ങളെ കുറിച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുള്ളപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ ഒരുപാട് മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു ലിങ്ക് പ്ലേയും ഒരു ട്രഡീഷണൽ നമ്പർ 9 അല്ല, എന്നാലും ആ ഒരു ഫ്രണ്ട് ത്രീയിൽ എവിടെ വേണമെങ്കിലും ഫ്ലോട്ട് ചെയ്ത് കളിച്ച് ബാക്കിയുള്ള പ്ലെയേഴ്സിന് സ്പേസ് ഉണ്ടാക്കാനും അവർക്ക് ഇൻ ബിഹൈൻഡ് റണ്ണുകൾ മേക്ക് ചെയ്യാനും ഒക്കെ ആ ഒരു എനേബിളറായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു പ്ലെയറാണ് നെബിൽ. ഇന്നും ആ ഒരു റോള് വളരെ ഭംഗിയോടെ തന്നെ കാഴ്ചവെച്ചു എന്നുള്ളതാണ്. സെക്കൻഡ് ഹാഫിൽ നമുക്കറിയാം ഡ്രാസിച്ചിനെതിരെ ഫാലുവിൻ്റെ ആ ഒരു ഫൗൾ ഉണ്ടായിരുന്നു. അത് ശരിക്കും ഒരു ക്ലിയർ ഫൗള് പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. റീപ്ലേ ഞാൻ അങ്ങനെ അധികം ശ്രദ്ധിച്ചില്ല. പക്ഷെ ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്കതൊരു ഫൗളായിട്ടാണ് തോന്നിയത്. പക്ഷെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ആ ഒരു തർക്കത്തിനൊക്കെ ഒടുവിൽ റഫറി നെമിലിനാണ് യെല്ലോ കാർഡ് കൊടുത്തത്. ഫാലുവായിട്ടൊന്ന് ഒരു ഏറ്റുമുട്ടലൊക്കെ സംഭവിച്ചിരുന്നു. ഈ ഒരു പ്രശ്നത്തിനൊക്കെ ശേഷം അപ്പം തന്നെ നെമിൽ ഒരു ഗോള് കണ്ടെത്തി. പക്ഷെ അത് ഇവൻച്വലി ഓഫ് സൈഡ് ആയിട്ട് റൂൾഡ് ഔട്ട് ആയിപ്പോയി. എന്നാൽ അതിലൊന്നും തളരാതെ ഗോവയുടെ ഈക്വലൈസർ കണ്ടെത്തിയതും നെമിലാണ്. ആൻഡ് ദ ക്രേസി പാർട്ട് ഈസ് ഫാലു അവിടെ ബ്ലോക്ക് ചെയ്യാൻ വരുന്നതിന് മുമ്പ് തന്നെ നെബിൽ ആ ഒരു ഷോട്ട് അൺലീഷ് ചെയ്ത് ആ ഒരു ഈക്വലൈസർ കണ്ടെത്തി എന്നുള്ളതാണ്. ശരിക്കും ആ ഒരു ഫിനിഷ് നെബിൽ അത്രയും പെട്ടെന്ന് ടച്ച് എടുത്ത് പുൾ ഓഫ് ചെയ്തപ്പോൾ ഫാലുവിന്റെ മുഖത്ത് തന്നെ ആ ഒരു സർപ്രൈസ് നമുക്ക് കാണാനുണ്ടായിരുന്നു. പുള്ളിക്ക് ശരിക്കും എന്താണ് ഇത്ര പെട്ടെന്ന് സംഭവിച്ചതെന്ന് മനസ്സിലാവാത്തൊരു രീതിയിലുള്ള റിയാക്ഷനാണ് ഫാലുവിൽ നിന്ന് വന്നത്. എന്തായാലും ഇതിൻ്റെയൊക്കെ ഒടുവിൽ അവസാനത്തെ ആ ഒരു ആഹ്ലാദം അല്ലെങ്കിൽ ദ ലാസ്റ്റ് ലാഫ് അത് ഫാലുവിന് തന്നെയായിരുന്നു. ഫ്രാഞ്ചുവിന്റെ ആ കോർണറിലൂടെ നമ്മുടെ വിന്നിംഗ് ഗോള് ഫാലു ഇന്ന് കൺവേർട്ട് ചെയ്യുകയും നമ്മുടെ ഫാൻസ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്തു. ശരിക്കും ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ സീസൺ നമ്മുടെ റിവൈവലിന്റെ തുടക്കം, അതായത് ആ ഒരു ടേൺ അറൗണ്ടിന്റെ ആദ്യത്തെ ബിൽഡിംഗ് ബ്ലോക്ക് വേണമെങ്കിൽ ഫാലു ആണെന്ന് പറയാം. ഫാലു ക്ലബിലേക്ക് വന്നു, നല്ല പെർഫോമൻസുകൾ പ്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷമാണ് ബാക്കിയുള്ള പീസുകളൊക്കെ ഈ പസിലിലേക്ക് വരാൻ തുടങ്ങിയത്. ആഷ്ലി വെസ്റ്റ്വുഡ് വന്നു, പീറ്റർ ഹാർട്ട്ലി വന്നു, ഫ്രാഞ്ച് വന്നു. അങ്ങനെയുള്ള ഒരുപാട് സൈനിങ്ങുകളൊക്കെ ഈ ക്ലബിലേക്ക് വരികയും നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ടേൺ അറൗണ്ടിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ സീസണിലെ നമ്മുടെ അവസാനത്തെ ഗോള് ഫാലു തന്നെ നേടുന്നതിൽ ഒരു കാവ്യനീതി ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇനി നമുക്ക് കളിയുടെ കാര്യങ്ങളൊക്കെ കുറച്ച് സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ കാര്യത്തെക്കുറിച്ച് തന്നെ സംസാരിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് അടച്ചുപൂട്ടാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും മെയിൻ സ്ട്രീം മീഡിയയിലും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ഇന്നത്തെ മത്സരത്തിന് ശേഷം ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് സംസാരിക്കാമെന്ന് തന്നെ വിചാരിച്ചു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ ISL ക്ലബ്ബുകളും ഒരു പക്ഷേ അടച്ചു പൂട്ടേണ്ടി വരും എന്നുള്ളൊരു റിയാലിറ്റി ഏതാനും മാസങ്ങൾ മുമ്പ് തന്നെ അവരെല്ലാവരും അക്സെപ്റ്റ് ചെയ്തൊരു കാര്യമാണ്. ഈ സീസൺ എന്ന് തുടങ്ങുക എന്നുള്ളൊരു ക്ലാരിറ്റി AFFൽ നിന്നും ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ ക്ലബ്ബുകളും അവരുടെ ഓപ്പറേഷൻസ് ഷട്ട് ഡൗൺ ചെയ്തതിന്റെ വാർത്തകൾ നമ്മൾ ഈ സീസണൊക്കെ തുടങ്ങുന്നതിന് ഏതാനും ആഴ്ചകൾ മുമ്പ് കേട്ടിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു പുതിയ പ്രതിഭാസമൊന്നുമല്ല. ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉള്ളത് തന്നെയാണ്. അത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മത്സരത്തിന് മുന്നോടിയായിട്ട് ഒരുപക്ഷെ ഇത്രമേലധികം ഹൈലൈറ്റ് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് കളി കാണാൻ പോയ ആരെയും നമ്മൾ കുറ്റം പറയുന്നില്ല. അവരെല്ലാവരും ആ ഒരു റിസൾട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് എൻജോയ് ചെയ്യാൻ അവർ ഡിസേർവും ചെയ്യുന്നുണ്ട്. പക്ഷെ ആർക്കെങ്കിലും ഈ സീസൺ നമ്മുടെ ഗാലറികൾ കംപ്ലീറ്റ്ലി നിറഞ്ഞിരുന്നെങ്കിൽ, ഫുൾ അറ്റൻഡൻസിൽ നമ്മൾ കളി കണ്ടിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ നമ്മുടെ ക്ലബിന് വരില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഈ സിറ്റുവേഷൻ ക്ലബിന് ഉണ്ടായത് ഫാൻസ് ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ടോ ഫാൻ ഗ്രൂപ്പുകൾ ഒരു നിലപാടെടുത്തതുകൊണ്ടോ ഒന്നുമല്ല. അത് ഈ എക്കോസിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണ്. അതിനെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തിട്ടുമുണ്ട്. ഇന്ത്യൻ ഫുട്ബോളും അതിലെ ക്ലബ്ബുകളും
ക്ലബ്ബുകളും നന്നാവണമെന്നുള്ള ഒരു ആഗ്രഹം അത് AFFന് വരാത്തിടത്തോളം കാലം പ്രശ്നങ്ങൾ ഇനിയും രൂക്ഷമാവുകയുള്ളൂ. അടുത്ത സീസൺ ISL നടക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ ക്ലബ്ബുകളും പ്രയത്നിക്കും എന്നുള്ളതിൽ ആർക്കും ഒരു സംശയമില്ല. അവരെല്ലാവരും തന്നെ ജീനിയസ് സ്പോർട്സുമായിട്ട് ടോക്കുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സെക്കൻഡ് മീറ്റിംഗും മെയ് 22 എന്തോ പ്രപ്പോസ് ചെയ്തിട്ടുമുണ്ട്. ഇതിൻ്റെയൊക്കെ ഒടുവിൽ എന്തായാലും ISLന്റെ ഫ്യൂച്ചറിനെ പറ്റി ഒരു ക്ലിയർ പിക്ചർ നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഇന്ന ഡേറ്റിൽ വരും എന്ന് നമുക്ക് കറന്റ്ലി പറയാനാവുകയില്ല. ആ ഒരു അൺസർട്ടനിറ്റി, ആ ഒരു ഡേറ്റ് എന്നായിരിക്കും എന്നുള്ള ഒരു അൺസർട്ടനിറ്റി ഉള്ളിടത്തോളം കാലം ക്ലബ്ബുകളെല്ലാവരും ടെമ്പററി ആയിട്ട് അവരുടെ ഓപ്പറേഷൻസ് ഹോൾട്ട് ചെയ്യാനാണ് സാധ്യത. ഓബ്വിയസ്ലി ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഒരു ക്ലബ് ഓണറും വീണ്ടും വീണ്ടും ക്ലബിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയില്ല. അപ്പോൾ ആ ഒരു മീറ്റിങ്ങിന് ശേഷം എന്ത് ക്ലാരിറ്റി ലഭിക്കുന്നോ അതിനനുസരിച്ചായിരിക്കും ഇനി മുന്നോട്ടുള്ള നീക്കങ്ങൾ. അത് തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള വിശ്വാസം. അല്ലാണ്ട് നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ സോഷ്യൽ മീഡിയയൊക്കെ സജസ്റ്റ് ചെയ്യുന്ന പോലെ ഒറ്റ രാത്രി കൊണ്ട് ഈ ക്ലബ്ബ് അങ്ങനെ അടച്ചുപൂട്ടി പോകുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട്, അതൊന്നും ഞാൻ ഡിനേ ചെയ്യുന്നില്ല. എന്തായാലും നമ്മുടെ ക്ലബിന്റെ കംപ്ലീറ്റ് ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് ഞാനൊരു വീഡിയോ എന്തായാലും ചെയ്യാം. നമ്മളെല്ലാവരും ഒരുപക്ഷെ പേടിക്കുന്ന ആ വേഴ്സ്റ്റ് കേസ് സിനാരിയോ സംഭവിക്കില്ല എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ഒന്നായിട്ട് മുന്നോട്ട് പോവാം. നല്ലൊരു നാളേക്കായിട്ട് വെയിറ്റ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരയ്ക്കും യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.